സ്രാവ് തീയൽ. അതായത് ഫിഷിൻ്റെ തീയൽ വളരെ പോപ്പുലറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ തെരണ്ടി അല്ലെങ്കിൽ സ്രാവ് അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് തീയൽ വയ്ക്കാനായിട്ട് അടിപൊളി. അപ്പോൾ സ്രാവാണ് നമ്മൾ ഇന്ന് തീയൽ വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തീയലിൻ്റെ അരപ്പ് ആദ്യം റെഡിയാക്കാം. ആദ്യം തേങ്ങ ഇട്ടോളൂ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിപ്പോൾ ഒരു തേങ്ങ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ, 30 ml, ഒരു ഉണക്കമുളക് 8 എണ്ണം, കറിവേപ്പില, കുരുമുളക് 1 ടീസ്പൂൺ, ദെൻ ചെറിയുള്ളി ക്ലീൻ ആക്കിയത് ഒരു 20 ഗ്രാം. ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് നല്ല മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ വറുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ തേങ്ങ നന്നായിട്ട് നമ്മൾ വറുത്ത് നല്ല മുരിഞ്ഞുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് നമ്മൾ മുഴുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി, കളർ കൂടെ കിട്ടാൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് നന്നായിട്ട് വടികി അരച്ചെടുക്കുക. മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മളുടെ തേങ്ങ നന്നായിട്ട് വറുത്തതിന് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത്, അത് തേങ്ങയിൽ അധികം വെള്ളം ചേർക്കാണ്ട് അല്ലെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചാലാണ് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുക. ഗ്രൈൻഡറിലാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുക, മിക്സിയിലാകുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താലേ അറിയുള്ളൂ. ഇനി നമ്മൾ ഇതിനെ തീയലാക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഷെഫ് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ടു, ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ടു, ജിഞ്ചർ 20 ഗ്രാം, പച്ചമുളക് 8 എണ്ണം 20 ഗ്രാം, ചെറിയുള്ളി 2 ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ചെറിയുള്ളി ഒരു 50 ഗ്രാം ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് വാടട്ടെ അല്ലേ? ചെറിയായിട്ട് വാടണം. കറിവേപ്പില. അപ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചു. ദെൻ ഇഞ്ചി ജൂലിയനായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ചെറിയുള്ളി നന്നായിട്ട് വഴറ്റി കറിവേപ്പില ഇട്ടു. ചെറിയുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വാടിയുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് ചെറുതായിട്ട്. ഓൾറെഡി നമ്മൾ തേങ്ങയിൽ മുളക് എല്ലാം ഇട്ടേക്കണതുകൊണ്ട് ലൈറ്റായിട്ട് മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അരപ്പിൽ എല്ലാം തന്നെ ആഡ് ചെയ്യും. 1/2 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ദെൻ അതിൻ്റെ പച്ചമണം പോകുന്ന പോലെ കുക്ക് ചെയ്യുക. കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ട് ആ തേങ്ങ അരച്ചത് കൂടെ വരട്ടിയെടുക്കാം. അത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 6 പീസ് പുളി, ഏകദേശം ഒരു 25 ഗ്രാം 30 ഗ്രാമോളം പുളി. ഇതിൽ പുളിയും മേടിക്കുമ്പോൾ നമ്മൾ കട്ടിയുള്ള പുളി മേടിച്ചാൽ അതിന് ഗുണം കൂടുതലായിരിക്കും. കനം കുറഞ്ഞ പുളിക്ക് എഫക്റ്റ് കുറവായിരിക്കും. ഇത് നല്ല കട്ടിയുള്ള പുളിയാണ് മേടിച്ചിരിക്കുന്നത്. അതിലേക്ക് ആ വെള്ളത്തോട് കൂടിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ ഒരു തേങ്ങയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണിത്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യും. നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഫിഷ് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനീഗറും ഒഴിച്ച് കഴുകിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഉടയാതിരിക്കാനും അതിലെന്തെങ്കിലും ഫൗൾ സ്മെല്ലുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഫിഷിനെ കുക്കിങ്ങിന് മുമ്പ് ക്ലീൻ ചെയ്യുന്നത്. ഉപ്പ്, വിനീഗർ, ടർമറിക് പൗഡർ. ഇപ്പോൾ ആ തിളച്ചതിലേക്ക് നമുക്ക് ഫിഷിനെ ആഡ് ചെയ്യാം. സ്രാവിൻ്റെയൊക്കെ മുള്ള് നമുക്ക് കടിച്ചു തിന്നാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമ്മളുടെ സ്രാവ് തീയൽ നമ്മൾ മസാലയൊക്കെ അരച്ചു വഴറ്റി അതിലേക്ക് അരപ്പ് ചേർത്ത് അതിലേക്ക് സ്രാവ് ഇട്ടു. ഇനി അതിലൊന്ന് കുക്കായി മസാലയൊക്കെ തമ്മിൽ ബ്ലെൻഡ് ആവുമ്പോൾ നമ്മളുടെ സിമ്പിൾ ടേസ്റ്റി സ്രാവ് തീയൽ റെഡിയാണ്. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് സ്ലോ ഹീറ്റിൽ കുറച്ച് നേരം കുക്കായി. സ്രാവ് തീയൽ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആവുന്നു എന്ന് വെച്ചാൽ സ്രാവിനൊരു 5 തുടങ്ങി 10 മിനിറ്റ് വരെ ചെറുതീയിൽ 5 മിനിറ്റ് കൊണ്ട് കുക്കാവും. അത് കഴിഞ്ഞിട്ടൊരു സ്ലോ ഹീറ്റിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അതിലൊക്കെ മസാല പിടിച്ച് നല്ല ദമ്മായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു. ആദ്യം നല്ല ചൂടിൽ വേവിച്ചു, പിന്നെ അതിന് തീ കുറച്ചു. ഇപ്പോൾ അതാ ഫിഷൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക്
കുറച്ച് പച്ച വെളിച്ചെണ്ണ. തീ ഓഫ് ചെയ്തു. പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില. നമ്മൾ വച്ച പാത്രത്തിൽ തന്നെ വയ്ക്കുവാണെങ്കിൽ ഇതിൽ ഇരുന്ന് തന്നെ ആ ചൂടാറി നല്ല കുറുകി ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ പരുവത്തിലേക്ക് ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഡിഷ് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിച്ചാലാണ് അതിന്റെ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് കിട്ടുക. ആ മീൻ ഏത് മീനായാലും അതിലേക്ക് ആ പുളിയൊക്കെ പിടിച്ച് നല്ല കുറുകി നല്ല മട്ടരിയുടെ ചോറും സ്രാവ് തീയലും കൂടി കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ അടിപൊളി ഗംഭീരം.